വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മിസ്റ്റർ ബാഡ് എന്ന ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നാൻസിങ്ങിന്റെ ഫസ്റ്റ് ലവ് ആരാണെന്ന് ഷാവതി ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ അമ്മ അവരുടെ മകൻ ഷോജിന്റെ ഫോട്ടോ ഇരിക്കുന്നിടത്തൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. നാൻസിങ് ചെറുപ്പം മുതലേ നല്ല സ്നേഹമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ എൻ്റെ മകൻ ഷോജിന് എപ്പോഴും ജാടയിട്ട് കൂളായിരിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എപ്പോഴും വഴക്കിടുമായിരുന്നു എന്ന് അമ്മ അവനോട് പറയുന്നു. ഒന്ന് രണ്ട് സംഭവങ്ങളും പറയുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാൻസിങ് ബസ്സിൽ നിന്നിറങ്ങി അവൻ്റെ പുറകെ ഓടുമായിരുന്നു. അവൻ്റെ പുറകെ ചെല്ലുന്നതാണ് എന്ന് അവൻ അറിയാതിരിക്കാൻ വേണ്ടി അവൾ കള്ളം പറയുമായിരുന്നു. അത് കള്ളമാണെന്ന് അവന് നന്നായി അറിയാം. സ്കൂളിൽ വെച്ച് കാണുമ്പോൾ എന്നെ അറിയാവുന്ന രീതിയിൽ പെരുമാറരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചാൽ അവൻ അവളോട് ദേഷ്യപ്പെടുന്നു. വീട്ടിലും അവൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഹോംവർക്ക് ചെയ്യാൻ സഹായം ചോദിച്ച് അവൾ മിക്കവാറും അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി ചെല്ലാറുണ്ട്. സഹായം ചോദിച്ചാണ് വരുന്നതെങ്കിലും അവനെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കുകയാണ് അവളുടെ ലക്ഷ്യം. അമ്മയുടെ ഫുഡ് കഴിക്കാമെങ്കിൽ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കാമെന്ന് അവൻ കണ്ടീഷൻ വയ്ക്കുന്നു. ഡിന്നർ കഴിക്കാൻ അവളും കൂടി ഉണ്ടാകും എന്ന് അമ്മയോട് വിളിച്ചു പറയുന്നുമുണ്ട്. അമ്മ തയ്യാറാക്കിയ സ്പെഷ്യൽ ഫുഡുമായി അവളെ കൂടി ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. അമ്മയുടെ പാചക പരീക്ഷണത്തെക്കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ട് നാൻസിങ് ഹോംവർക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് വേഗം തന്നെ സ്ഥലം വിടുന്നുണ്ട്. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും രണ്ടുപേരും തമ്മിൽ എപ്പോഴും വഴക്കിടുമായിരുന്നു എന്ന് അമ്മ ഷാബോദിയോട് പറയുന്നു. നാൻസിങ്ങിന് ഇഷ്ടമാണ് എന്നറിയാമായിരുന്നു കൊണ്ട് അവളെ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വമാണോ അവൻ അങ്ങനെയൊക്കെ പെരുമാറിയിരുന്നെന്ന് അവൻ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. അവർ കുട്ടികളായിരുന്നതുകൊണ്ട് അവരുടെ വഴക്കൊക്കെ ഞങ്ങൾക്ക് വളരെ ക്യൂട്ടായിട്ടാണ് തോന്നിയത്. ഞങ്ങൾ അതിൽ ഇടപെടാൻ പോയിട്ടില്ല. അവരായിട്ട് ഇങ്ങോട്ടൊക്കെ ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നീട് അപകടമുണ്ടായി അവൻ പോയി കഴിഞ്ഞപ്പോൾ ഒന്നും അറിയാനും അവസരം ഉണ്ടായിട്ടില്ല. അതിനുശേഷം നാൻസിങ് ഇന്നുവരെ ആരെയും ഇഷ്ടപ്പെട്ടിട്ടില്ല. ജീവിതത്തിൽ ആകെ ഒരു തവണ അവൾ പ്രണയത്തിലായിട്ടുള്ളൂ. അത് ഫെയിലാവുകയും ചെയ്തു. അപ്പോൾ പിന്നെ അവളുടെ നോവലിൽ റൊമാൻസ് ശരിയാകാത്തതിൽ അവളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന് അമ്മ പറയുന്നു. തിരികെ മുറിയിലെത്തി ഷാവതി മുമ്പൊരിക്കൽ കണ്ട നാൻസിങ്ങിൻ്റെ യൂണിഫോം ധരിച്ച പഴയ ഫോട്ടോ എടുത്ത് കുറച്ചു നേരം നോക്കി അമ്മ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നാൻസിങ് പഠിച്ച അതേ സ്കൂളിൽ തന്നെ പഠിച്ചവരാണ് എയും സീഷനും. അന്നത്തെ ഫംഗ്ഷനിൽ ഒരു മെയിൻ ഗസ്റ്റായി എ ഉണ്ടായിരുന്നു. സീഷൻ്റെ അച്ഛനും മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. എ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതിനിടയിൽ സീഷനും അവിടെ എത്തുന്നു. നാൻസിങ് മീറ്റിംഗ് നടക്കുന്നിടത്തൊന്നും പോകാതെ സ്കൂളിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. പണ്ടത്തെ കുറേ ഓർമ്മകളുള്ള എക്യുപ്മെൻറ്റ് റൂമിലേക്ക് അവൾ പോകുന്നുണ്ട്. ഷോജിൻ ഫ്രീ ടൈമിൽ ഇരുന്ന് ചിത്രം വരയ്ക്കാറുണ്ടായിരുന്നു അവൾ ഓർക്കുന്നു. അവൻ വരച്ച ചിത്രം പഴയ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന കണ്ട് അവൾ അതെടുക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഷാവതി അവിടെ എത്തി അവളെ സഹായിക്കുന്നുണ്ട്. തീരെ പ്രതീക്ഷിക്കാതെ അവനെ കണ്ട് നാൻസിങ് ഒന്ന് അമ്പരക്കുന്നു. ഞാൻ വീണ്ടും ഒരാളെ ഇഷ്ടപ്പെടുന്ന കാര്യം നിനക്കറിയാമോ എന്ന് അവൾ മനസ്സിൽ ഷോജിനോട് പറയുന്നു. പക്ഷേ എനിക്ക് അവനോട് അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല. അവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അമ്മ അവൾക്ക് നൽകാൻ എന്തോ കൊടുത്തയച്ചതുമായി വന്നതാണ് അവൻ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ അങ്ങനെ അറിഞ്ഞുവെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. പക്ഷേ ആ സമയത്ത് അവൻ അവളുടെ കയ്യിൽ നിന്ന് ചിത്രം കാണുന്നു. അതിൽ ഷോജിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ എന്തുകൊണ്ടോ അസ്വസ്ഥത തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവൾ ചോദിച്ചതിന് മറുപടി പറയാതെ അവൻ ഉടൻ തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. നാൻസിങ് പെട്ടെന്ന് ധൈര്യം സംഭരിച്ച് അവനോട് എനിക്കൊപ്പം പെൻ കോൺഫറൻസിന് വരാൻ പറയുന്നു. അത് കേട്ടതോടെ അവൻ്റെ ദേഷ്യവും മുടക്കവും ഒക്കെ മാറി സന്തോഷത്തോടെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സീഷൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവനോട് അവൾ ഓർമ്മയില്ലെന്ന് ചോദിച്ചത് ഈ മീറ്റിങ്ങിൻ്റെ കാര്യമായിരുന്നു. അവനത് ഓർമ്മ വന്നതുകൊണ്ടാണ് അവനവിടെ എത്തിയത്. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൾ അവർക്കിടയിലേക്ക് വന്ന് സീഷൻ സ്കൂളിലെ ലൈബ്രറി റിന്യൂ ചെയ്യുന്നതിനും മറ്റും നൽകിയ സംഭാവനയ്ക്ക് നന്ദി പറയുന്നു. അവൻ്റെ കമ്പനി മറ്റ് പല രീതിയിലും സ്കൂളിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അവനെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന അവൻ്റെ അച്ഛൻ അവനെങ്ങനെ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല, അവൻ അത്ര വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പ്രിൻസിപ്പൽ അവനെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അച്ഛൻ അവനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു. പ്രിൻസിപ്പലും അച്ഛനും പോയി കഴിഞ്ഞപ്പോൾ സീഷൻ മൂഡ് ഓഫായി തനിച്ചൊരിടത്ത് മാറിയിരിക്കുന്നുണ്ട്. അവൻ്റെ പുറകെ ചെന്ന് കൂടെ ഇരുന്നിട്ട് നീ ഇങ്ങനെ മൂഡ് ഓഫ് ആകേണ്ട കാര്യമില്ല, ഇത് ആദ്യമായിട്ടല്ലല്ലോ അദ്ദേഹം നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, എത്രയൊക്കെ ആയാലും നിൻ്റെ അച്ഛനല്ലേ എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. അവർ സംസാരിച്ചിരിക്കുമ്പോൾ ജൂനിയേഴ്സായ രണ്ടുപേർ അവർക്കിടയിലെത്തി അവൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കോൺഫറൻസ് ഹാളിലേക്ക് വരുമോ എന്ന് ചോദിച്ച് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ താഴെ കൂടി കുറേ പേർക്കൊപ്പം പോകുന്നത് അവൻ കാണുന്നുണ്ട്. ആ സമയത്തൊരു പഴയ കാര്യം അവൾ ഓർക്കുന്നു. കമ്പനി തുടങ്ങുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ സീഷനുമൊത്ത് അച്ഛനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചിരുന്നു. അതിനുശേഷം ഒരു പ്രൊപ്പോസൽ തയ്യാറായിക്കൊണ്ട് സീഷൻ അറിയാതെ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അന്ന് ഒരുപാട് സമയം അദ്ദേഹവുമായി സംസാരിച്ചാണ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവൾ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിച്ചത്. അവൾ പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായെങ്കിലും ഒരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട്. അവൾ സീഷനുമായി റിലേഷൻ ആവാൻ പാടില്ല. അങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും അറിഞ്ഞാൽ ആ നിമിഷം തന്നെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം പിൻവലിക്കും. അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന് ആലോചിച്ച ശേഷം അവൾ ആ കണ്ടീഷൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വന്ന വിവരം സീഷൻ അറിയാൻ പാടില്ല എന്നൊരു കണ്ടീഷനും അവൾ വെക്കുന്നുണ്ട്. അത് അദ്ദേഹവും സമ്മതിക്കുന്നു. അന്നത്തെ ആ ദിവസം ഇപ്പോഴും അവളുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. നാൻസിങ് അന്ന് രാത്രി തന്നെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പെൻ കോൺഫറൻസിന് പോകുമ്പോൾ ധരിക്കാൻ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങുന്നു. പതിവില്ലാതെ അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് കണ്ട് അമ്മ വിവരം തിരക്കുന്നു. പെൻ കോൺഫറൻസിന് പോകാനാണെന്ന് പറഞ്ഞപ്പോൾ അത് അടുത്ത ആഴ്ചയല്ലേ, അതിന് നീ ഇപ്പോഴും റെഡി ആവുകയാണെന്ന് ചോദിച്ചെങ്കിലും ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അമ്മ കൂടി അവളെ സഹായിക്കുന്നു. പക്ഷേ എടുത്തു വെച്ചതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ നീ പഴയതുപോലെ അല്ലല്ലോ, ഒരു എഴുത്തുകാരി കൂടിയല്ലേ. മാത്രമല്ല അന്ന് കുറേ ചെറുപ്പക്കാർ നിങ്ങൾക്കിപ്പം വരുന്നുണ്ടായിരിക്കുമല്ലോ, ഷാബോദിയുമുണ്ട്. അപ്പോൾ നീ കുറച്ച്
നല്ല ഡ്രസ്സ് ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിന്റെ ഹെയർ സ്റ്റൈലും ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞ് അമ്മ അവളുടെ മുടി വേറെ രീതിയിൽ വെച്ച് നോക്കുന്നൊക്കെ ഉണ്ട്. യാത്രയ്ക്ക് ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് അതിനിടയിൽ പോയി കുറച്ച് നല്ല ഡ്രസ്സ് എടുക്കാം, ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മ പോകുന്നു. ഷാവതിയും യാത്രയുടെ ത്രില്ലിൽ തന്നെയായിരുന്നു. പോകുന്ന സ്ഥലത്തെക്കുറിച്ച് അവൻ നെറ്റിൽ ഒരു റിസർച്ച് നടത്തുന്നുണ്ട്. അവിടെ പ്രണയം തുറന്നു പറയാൻ പറ്റിയ ഫയർ വർക്ക് നടത്തുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് കേട്ടപ്പോൾ അവിടെ വെച്ച് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഗേൾ ഫ്രണ്ട് ആകാമോ എന്ന് ചോദിച്ചാലോ എന്നവൻ വിചാരിക്കുന്നു. പക്ഷെ നാൻസിങ്ങിന് തീയോടുള്ള പേടി കാരണം ഫയർ വർക്ക് കാണാറില്ല എന്ന് മുൻപൊരിക്കലും അവൾ പറഞ്ഞത് അവൻ ഓർമ്മ വരുന്നതിനാൽ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് അവന് തോന്നുന്നു. അവനോട് അങ്ങനെ ഇഷ്ടം തുറന്നു പറയണം എന്ന ചിന്തയിൽ തന്നെയായിരുന്നു അവളും. ബോയ് ഫ്രണ്ട് ആകാമോ എന്ന് ചോദിച്ചാലോ എന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴും അവൾ ചിന്തിക്കുന്നുണ്ട്. ഫയർ വർക്ക് കണ്ടുകൊണ്ട് അവളോട് ഇഷ്ടം അറിയിക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റെന്തെങ്കിലും രീതിയിൽ അത് തുറന്നു പറയാൻ പ്ലാൻ ചെയ്തേ പറ്റൂ എന്നവൻ ചിന്തിക്കുന്നു. അതിനുവേണ്ടി അടുത്ത ദിവസം രാവിലെ തന്നെ അവളോട് പറയാതെ അവൻ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. അവൻ പോയതറിയാതെ അവൾ പുറത്തുനിന്ന് അവന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. വാതിലിൽ മുട്ടി വിളിച്ചിട്ട് അനക്കമൊന്നും ഇല്ലാത്തതിനാൽ അവൻ ഉറക്കമായിരിക്കുമെന്ന് കരുതി അത് ഡോറിൽ തൂക്കിയിട്ടിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ടെന്ന് അവന് മെസ്സേജ് അയച്ചിട്ട് പോകുന്നു. ട്രിപ്പ് പോകുന്നതിന് തലേന്ന് രാത്രി തന്നെ രണ്ടുപേരും പെട്ടിയെല്ലാം റെഡിയാക്കി വെക്കുന്നു. തയ്യാറെടുപ്പുകൾ കഴിഞ്ഞെന്ന് ചോദിച്ച് പരസ്പരം മെസ്സേജ് അയക്കുന്നുമുണ്ട്. ട്രിപ്പ് പോകുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം തുറന്നു പറയാൻ പോകുന്നതിൻ്റെ ത്രില്ലിലാണ് രണ്ടുപേരും. അടുത്ത ദിവസം രാവിലെ തന്നെ പറഞ്ഞ സമയത്ത് അവർ റെഡിയായി പുറത്ത് കാത്തു നിൽക്കുന്നു. നാൻസിങ് പുതിയ ഡ്രസ്സൊക്കെ ധരിച്ച് അമ്മ പറഞ്ഞതുപോലെ ഹെയർ സ്റ്റൈലും ചേഞ്ച് ചെയ്തൊക്കെയാണ് വന്നത്. അവളുടെ മാറ്റം അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവനും അവളെ ഇംപ്രസ് ചെയ്യിക്കാനും ഈ പെർഫ്യൂമൊക്കെ അടിച്ചാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും കൂടി പുറപ്പെടുന്നു. അവർ ചെല്ലുമ്പോൾ ജിയോ ലിസ്റ്റ് നോക്കി ഓരോരുത്തരെ ഈ ബസ്സിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ഡ്രസ്സിങ്ങിലെ വ്യത്യാസം കമ്പനിയിലുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഷാവതിയെ കണ്ടപ്പോൾ ജിയോ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നാൻസിങ്ങിനൊപ്പമുള്ള ലഞ്ച് മുടക്കിയ ആളായതുകൊണ്ട് അവൻ അവളുടെ പേര് വരെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. നല്ല ഓർമ്മശക്തിയാണല്ലോ എന്ന് ജിയോ പറഞ്ഞപ്പോൾ എനിക്ക് പകയുള്ളവരെ ഒന്നും ഞാൻ അത്ര പെട്ടെന്ന് മറക്കാറില്ല എന്ന് അവൻ പറയുന്നു. എന്ത് പകയാണെന്നൊരു പിടിയും കിട്ടാതെ ജിയോ അന്തം വിടുന്നുണ്ട്. ഇവന് ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് നാൻസിങ് വേഗം അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും എയും അവിടെ എത്തുന്നുണ്ട്. ബോസ് എപ്പോഴാണ് വരിക എന്ന് നാൻസിങ് അവളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കൂടാറില്ല എന്ന് എ പറയുന്നു. അപ്പോഴാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സീഷൻ യാത്രയ്ക്ക് തയ്യാറെടുത്ത് അവിടെ എത്തിയത്. അവനും കൂടെ വരുന്നുണ്ട് എന്നറിഞ്ഞോടെ ജിയോയും സംഘവും ആകെ ഡള്ളാകുന്നുണ്ട്. ബസ്സിലിരിക്കുമ്പോൾ വരുന്ന കാര്യം നീ എന്താണ് നേരത്തെ പറയാതിരുന്നത്, അവർക്കൊക്കെ മെൻ്റലി പ്രിപ്പയർ ആകണമായിരുന്നു എന്ന് എ സീഷനോട് പറയുന്നു. ഞാൻ വരുന്നതിന് അവർക്ക് എന്താണ് ഇത്ര തയ്യാറെടുക്കാനുള്ളത് എന്നവൻ ചോദിച്ചപ്പോൾ അപ്പോൾ നിനക്ക് പൊതുവെ ആളുകളുമായി ഇടപഴകുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലോ, പക്ഷേ 2 ദിവസത്തേക്ക് നീ അവരുമായി ഇടപഴകിയേ പറ്റൂ എന്ന് അവൾ ഓർമ്മിപ്പിക്കുന്നു. അവനത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ താമസിക്കാനുള്ള ഹോം സ്റ്റേയിൽ എത്തിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അവന് ശരിക്കും മനസ്സിലായത്. അവൻ വരുമെന്നുള്ള പ്രതീക്ഷയില്ലാതിരുന്നതിനാൽ അവന് വേണ്ടി പ്രത്യേക റൂമൊന്നും ബുക്ക് ചെയ്തിരുന്നില്ല. ഹോം സ്റ്റേ ആയതുകൊണ്ട് അവിടെ മുറിയും വളരെ ലിമിറ്റഡ് ആയിരുന്നു. പ്രത്യേകം മുറിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഷാവതിക്കൊപ്പം താമസിക്കേണ്ടി വരുമെന്ന് ജിയോ അവനെ അറിയിക്കുന്നു. ഞാൻ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി താമസിക്കൊള്ളാമെന്ന് സീഷൻ പറഞ്ഞപ്പോൾ അതാണ് നല്ലതെന്ന് ഷാവതിയും പറയുന്നു. നാൻസിങ്ങിനോട് വേറെ ഹോട്ടൽ നോക്കാൻ അവൻ നിർദ്ദേശിക്കുന്നു. പക്ഷേ അവൾ ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ അസിസ്റ്റൻ്റായിട്ടല്ല, എഴുത്തുകാരിയായിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ തനിയെ കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഷാവതി അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുന്നു. എന്തായാലും ഭാവിയിൽ ഷാവതിക്കൊപ്പം മാറി അവനുമായി ഇടപഴകുന്നതാണ് നല്ലത്, അതുകൊണ്ട് അവൻ്റെ മുറിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാൻ സീഷനോട് പറയുന്നു. എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ഷാവതി പറയുന്നുണ്ട്. അതോടെ സീഷൻ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുന്നു. റൂമിൽ പോയി ഫ്രഷ് ആയ ശേഷം ലഞ്ച് കഴിക്കാനായി ഒന്നിച്ചു കൂടേണ്ട സ്ഥലവും സമയവും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവരും പിരിയുന്നു. നാൻസിങ് ജിയോയുടെ റൂമിലാണ്. പിന്നെ കാണാമെന്ന് ഷാവതിയോട് പറഞ്ഞിട്ട് അവൾ മുറിയിലേക്ക് പോകുന്നു. അവനും പെട്ടിയെടുത്ത് മുറിയിലേക്ക് പോകുന്നുണ്ട്. സീഷൻ അപ്പോഴും മടിച്ചു നിൽക്കുകയാണ്. നീ ആരോടും പറയാതെ വന്നതിൻ്റെ ശിക്ഷയാണിത്, നീ തന്നെ അനുഭവിച്ചോളാൻ പറഞ്ഞിട്ട് എയും മുറിയിലേക്ക് പോകുന്നു. ഫ്രഷ് ആയ ശേഷം എല്ലാവരും പറഞ്ഞിരുന്ന സ്ഥലത്ത് ഒത്തുകൂടുന്നുണ്ട്. സീഷനും അവർക്കൊപ്പം സ്ഥലം കാണാൻ പോകാനായി വന്നപ്പോൾ നീ ഞങ്ങളുടെ കൂടെ വരുന്നുവെന്ന് ഉറപ്പാണെന്ന് ഒരിക്കൽ കൂടി ചോദിക്കുന്നുണ്ട്. അവൻ പക്ഷേ സംശയമൊന്നും ഇല്ലാത്ത പോലെ മുന്നോട്ട് നടക്കുന്നു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഇവിടെ നല്ല ബീൻ ജെല്ലി കിട്ടുന്ന സ്ഥലം എനിക്കറിയാം, പോകാൻ താല്പര്യമുണ്ടോ എന്ന് ഷാവതി നാൻസിങ്ങിനോട് ചോദിക്കുന്നു. താല്പര്യമുണ്ട് എന്ന് അവൾ പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ അവൻ അവളെ വിളിച്ചുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ പോകുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥലം നിനക്കെങ്ങനെ അറിയാം, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് അവൾ പറയുന്നു. നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് എന്നാണ് അവൻ പറഞ്ഞത്. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിയോയും സംഘവും മറ്റൊരു വഴിയിലൂടെ ചുറ്റിക്കറങ്ങി അവിടെ എത്തുന്നു. അവർ കട്ടറുമായി വന്നത് ഷാവതിക്ക് തീരെ പിടിച്ചില്ല. അവർ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയ സമയത്ത് അവൻ അവളെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. അവൻ ചുറ്റി നടന്ന അവിടുത്തെ കാഴ്ചകളൊക്കെ അവളെ കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ശരിക്കും എൻജോയ് ചെയ്യുന്നു. കുറെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് തന്നെ പോട്ടറി ഉണ്ടാക്കാവുന്ന ഒരു സ്ഥലം കണ്ട് നാൻസിങ് അവനെ അവിടേക്ക് കൊണ്ടുപോകുന്നു. കടക്കാരൻ ഷാവതിയെ കണ്ടപ്പോൾ ഇതാണോ ആളെന്ന് ചോദിക്കാൻ വന്നെങ്കിൽ മിണ്ടരുതെന്ന് നാൻസിങ് കാണാതെ അവൻ ആംഗ്യം കാണിക്കുന്നു. നാൻസിങ്ങിന്റെ നിർബന്ധത്തിന് വഴങ്ങി കയറുന്ന പോലെയാണ് അവൻ അവിടേക്ക് കയറിയത്. അവർ സ്വന്തമായി പോട്ടറി ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുന്നു. ഷാവതി ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ അതങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അവൾ തിരികെ പോയിരുന്നപ്പോൾ നീ എന്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കാൻ കഴിവുള്ളൊരു ഗിഫ്റ്റ് ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൾ പറഞ്ഞപ്പോൾ നമുക്ക് 2 പേർക്കും കൂടി ആയതുകൊണ്ട് ഞാനും കൂടി അവിടെ വന്നിരിക്കാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കൂടെ ചെന്നിരിക്കുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് അത് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഇടയ്ക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നാൻസി അവൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ വരെ വന്നത് വെറുതെ ആയില്ല എന്ന് ഷാവതിക്ക് തോന്നിയത് അപ്പോഴാണ്. സത്യത്തിൽ അവൻ ഇതിനു മുമ്പ് തന്നെ അവിടെ വന്ന് ഇതെല്ലാം നോക്കി വെച്ചിരുന്നു. ആ കച്ചവടക്കാരനോട് അവളെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്.
അതുകൊണ്ടാണ് വന്നപ്പോൾ അയാൾ പരിചയം കാണിച്ചത്. നെറ്റിൽ നോക്കി കണ്ടുപിടിച്ചതാണെന്ന് അവൻ പറഞ്ഞത് കള്ളമായിരുന്നു. എന്തായാലും മെനക്കെട്ടത് വെറുതെ ഇല്ല എന്നോർത്ത് അവൻ സന്തോഷിക്കുന്നുണ്ട്. ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് ടീമിനൊപ്പം ചേരുന്നു. എല്ലാവരെയും എന്തോ കാര്യം പറയാനായി വിളിച്ചു കൂട്ടിയപ്പോൾ സീഷൻ അവർക്കൊപ്പം പോകാതെ ഒരിടത്ത് മാറിയിരുന്ന് അവരെ നിരീക്ഷിക്കുന്നത് കണ്ട് ഷാവതി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എയോട് ഇഷ്ടം തുറന്നു പറയാൻ ധൈര്യമില്ലാതെ അവനിങ്ങനെ മാറിയിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് ഷാവതി സഹതാപം പ്രകടിപ്പിച്ചപ്പോൾ, നിങ്ങളുടെ നോവൽ വായിച്ചതിന് ശേഷം എനിക്ക് പുതിയൊരു പ്രതീക്ഷ തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ ഹീറോയ്ക്ക് നായികയ്ക്ക് സന്തോഷം നൽകാൻ കഴിയില്ല എന്നറിയാമായിരുന്നിട്ടും അവൻ അവളെ ഇഷ്ടപ്പെടാൻ ധൈര്യം കാണിച്ചില്ലേ? അപ്പോൾ പിന്നെ ഞാനും ധൈര്യം കാണിക്കുന്നതിൽ തെറ്റില്ല എന്ന് സീഷൻ പറയുന്നു. തനിക്ക് നാൻസിങ്ങിന് സന്തോഷം നൽകാൻ കഴിയില്ല എന്നാണ് അവൻ ഈ പറയുന്നത്. ഷാവതിക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നു. ഹീറോയ്ക്ക് എന്താണ് ഒരു കുഴപ്പം? സുന്ദരനാണ്, ബുദ്ധിമാനാണ്, മാർഷൽ ആർട്സ് നന്നായി അറിയാം. എന്തുകൊണ്ടാണ് അവൻ അവൾക്ക് സന്തോഷം നൽകാൻ കഴിയില്ല എന്ന് നീ പറയുന്നത് എന്നവൻ ചോദിക്കുന്നു. നിങ്ങളുടെ നോവലിലെ പ്ലോട്ട് അനുസരിച്ച് നായികയുടെ സ്വപ്നം പ്രണയത്തിലാവുക എന്നുള്ളതാണ്. അത് നടന്നു കഴിഞ്ഞാൽ അവന് അവൻ്റെ യഥാർത്ഥ ലോകത്തേക്ക് തിരികെ പോകേണ്ടി വരും. നായിക പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് എല്ലാ കാലവും ദുഃഖിച്ച് തനിച്ച് കഴിയേണ്ടി വരും. അത് അറിഞ്ഞിരുന്നിട്ടും അവൻ അവളുടെ പുറകെ നടന്ന് ഇഷ്ടം പിടിച്ചു പറ്റുകയാണ്. അവൻ വളരെ സെൽഫിഷാണ് എന്ന് നിനക്ക് തോന്നുന്നില്ലേ? പിന്നെ ആദ്യം മുതൽ അവൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ സെൽഫിഷ് ആവുന്നത് കുഴപ്പമില്ല. എന്തായാലും അതിൻ്റെ എൻഡിങ് ഒരു ട്രാജിക് ആയിരിക്കും. ഞാൻ ട്രാജിക് എൻഡിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ എൻഡിങ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അവനെപ്പോലെയുള്ള ഒരാൾക്ക് പോലും ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തുറന്നു പറയുന്നതിൽ എന്താണ് കുഴപ്പം? നിങ്ങളുടെ നോവൽ ശരിക്കും എനിക്ക് ഇൻസ്പിറേഷനായി തന്നിരിക്കുകയാണ് എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് സീഷൻ എഴുന്നേറ്റ് പോകുന്നു. ഷാവതി ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരു തീപ്പൊരി പോലെയാണ് അവൻ പറഞ്ഞതൊക്കെ ചെന്ന് വീണത്. ആ സമയത്ത് നാൻസിങ് അവൻ്റെ അടുത്തേക്ക് വരുന്നതിനാൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ അവന് സമയം കിട്ടുന്നില്ല. പക്ഷെ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സന്തോഷമെല്ലാം അതോടെ തീരുന്നുണ്ട്. ഡിന്നർ കഴിക്കാൻ ഇരുന്നപ്പോഴും അവനാകെ മൂഡ് ഓഫ് ആയിരുന്നു. ഡിന്നറിന് ശേഷം എല്ലാവരും ഫയർ വർക്ക്സ് കാണാൻ പ്ലാൻ ചെയ്യുന്നു. ഷാവതി മൂഡ് ഓഫ് ആയിരിക്കുന്നത് ശ്രദ്ധിച്ച ജിയോ അവന് എന്തു പറ്റിയെന്ന് അന്വേഷിക്കുന്നു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫയർ വർക്ക്സ് കാണാൻ വരുന്നില്ല എന്നവൻ പറയുന്നു. എനിക്കും ഫയർ വർക്ക്സ് കാണാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനും വരുന്നില്ല എന്ന് നാൻസിക്കും പറയുന്നു. എങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടു നടക്കാൻ ജിയോ അവരോട് പറയുന്നു. നമുക്കൊരുമിച്ച് ഫയർ വർക്ക്സ് കാണാൻ പോകാമെന്ന് സീഷൻ എയോട് പറയുന്നുണ്ട്. അവളെ സമ്മതിക്കുന്നു. ഡിന്നർ കഴിഞ്ഞപ്പോൾ നാൻസിങ്ങിനെയും ഷാവതിയെയും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വിട്ടിട്ട് ബാക്കിയുള്ളവർ ഫയർ വർക്ക് കാണാനേ പോകുന്നു. നിനക്ക് എങ്ങോട്ട് പോകാനാണ് താല്പര്യമെന്ന് നാൻസിങ് അവനോട് ചോദിച്ചപ്പോൾ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, മുറിയിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്നവൻ പറയുന്നു. എങ്കിൽ പിന്നെ ഞാനും മുറിയിലേക്ക് പോയേക്കാം എന്നവളും പറയുന്നു. അങ്ങനെ അവർ തിരികെ റൂമിലേക്ക് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ബർത്ത്ഡേ ആഘോഷിച്ച അംജദ്, സെയ്ദിമാൻ, അദീന, ബിജോയ്സ് ജോസഫ്, മിസ്രിയ എല്ലാവർക്കും കൊറിയൻ മനസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.